2019 മാർച്ച് മാസം കോവിഡ് വ്യാപനം കാരണം സംസ്ഥാനത്തെമ്പാടും ലോക്ക്ഡൌൺ ആണ്. നാട്ടുകാരെല്ലാം പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന സമയത്താണ് ലഹരി മാഫിയ നാട്ടിൽ പിടിമുറുക്കിയത്. മദ്യം പോലും കിട്ടാതിരുന്ന സമയത്ത് ചെറുപ്പക്കാർ ലഹരി തേടി പുറത്തിറങ്ങി. അക്കാലയളവിലാണ് കോഴിക്കോട് വെസ്റ്റിഹിലിൽ നിന്ന് വിജിൽ എന്ന യുവാവിനെ കാണാതായത്. വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ ഉടൻ വരുമെന്നായിരുന്നു സുഹൃത്തുക്കളുടെ മറുപടി. പിന്നീട് കൂട്ടുകാരുടെ പെരുമാറ്റത്തിലടക്കം തോന്നിയ അസ്വാഭാവികതയാണ് സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയത്. ബ്രൗൺ ഷുഗർ അമിത അളവിൽ കുത്തിവെച്ചതിനെ തുടർന്നാണ് വിജിൽ മരിച്ചതെന്നും സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയെന്നുമാണ് പ്രതികളുടെ മൊഴി. യുവാവിൻ്റെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. വിജിലിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സരോവരത്തിന് സമീപത്തെ ചതുപ്പ് നിലത്തിൽ തിരച്ചിൽ ആരംഭിച്ചത്. മഴ ശക്തമായതോടെ മണ്ണ് നീക്കം ചെയ്യുന്നത് ദുഷ്കരമാണ്. തെരച്ചിലിനായി മണ്ണുമാന്തി യന്ത്രവും കൊച്ചിയിൽ നിന്നെത്തിയ കടാവർ നായകളെയും ഉപയോഗിക്കുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രം ചതുപ്പിന്റെ ഭാഗത്തേക്ക് എത്തിക്കാനായി മണ്ണിട്ട് റോഡും ഉണ്ടാക്കുന്നുണ്ട്. സ്ഥലത്ത് വെള്ളം നിറഞ്ഞതിനാൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാനാണ് പോലീസിന്റെ ശ്രമം. അടുത്ത ദിവസങ്ങളിലും മഴ തുടർന്നാൽ തിരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ദിവസം വൈകുന്നേരത്തോടെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. പ്രതികളുടെ കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച കഴിയും. മഴ മാറി കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെരച്ചിൽ നടത്തുമെന്ന് എലത്തൂർ പോലീസ് അറിയിച്ചു. മൃതദേഹഭാഗങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസിന് DNA പരിശോധന പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ. 6 വർഷം മുമ്പ് മയക്കുമരുന്ന് ഉപയോഗത്തിനിടെ മരിച്ച എലത്തൂർ സ്വദേശിയായ വിജിലിന്റെ മൃതദേഹം സുഹൃത്തുക്കൾ രഹസ്യമായി കുഴിച്ചുമൂടിയെന്നാണ് കേസ്. ന്യൂസ് 18 കോഴിക്കോട്.